ഞാൻ പോട്ടെ. ആ എന്തൊക്കെ ട്രിക്ക് ഉണ്ടേ പറ. ഞാൻ സോറി പറഞ്ഞു ഇത് ഒയ്യാൻ പോയെന്ന് പോലെ. എനിക്ക് വേറെ വയ്യൊന്നുമില്ല. ഞാൻ സോറി പറഞ്ഞു ഒയ്യാൻ പോയെന്നത്. ഇല്ല ഒന്ന് വിശ്വസിക്കൂലടാ. ഞാൻ എന്തൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തോളൂ. നിങ്ങൾ അങ്ങോട്ട് വരണ്ട കേട്ടാ. ഓക്കെ താര, അപ്പൊ ഞാൻ ഉള്ള ഒറ്റയ്ക്ക് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ ഞാനൊന്ന്. വാ നമുക്കൊന്ന് വാ 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 ഇങ്ങോട്ട്. അല്ല അങ്ങനല്ല, നീയും വേണോ? അല്ല അങ്ങനല്ല, രണ്ടാളും വാ. ഓക്കെ പറഞ്ഞോ പെട്ടെന്ന് പറ. കരയട്ടെ. എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, എന്റെ അടുത്ത് വന്ന് ഇതേമാതിരി ഇഷ്ടം കാണിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ പോലും എന്റെ എൻഡ് ഓഫ് ദി ഡേ ഒരാളോട് സ്നേഹമുള്ളൂ, അത് താരയാണെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ എനിക്ക് അറിയത്തില്ലല്ലേ, എന്റെ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല. അതെ അതങ്ങനെ തന്നെയാണ്. എന്റെ കാര്യം അറിയില്ല. അത് എന്റെ അടുത്ത് അതെ നിങ്ങൾ സംസാരിച്ചോ ഞാൻ പോയിട്ട് വരാം. കാര്യങ്ങൾ എനിക്കറിയാം. പട്ടിയല്ല, ഞാൻ കരഞ്ഞതാണ് താര. ഹലോ അല്ലോ പോയേ, ജീവിതം പോയേ. ഹലോ അഭിനയല്ല. അല്ലോ താര എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഇതാരാ ഫോൺ അടിക്കുന്നേ? താര എന്നെ മനസ്സിലാക്കുന്നില്ല. ഹലോ അല്ലോ ഉമ്മേ, ഞാൻ ഇവിടെ പുറത്താ. ഞാൻ ഇവിടെ സംസാരിക്കുവാടാ. കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഞാൻ വിളിക്കാം. ആയിരം ഉണ്ടോ അവിടെ? ഓക്കെ, ഞാൻ ആയിരാനെ കൂട്ടിട്ട് വരാം. ആയോ ആരെ വിളിച്ചാരാത്? എന്റെ ബ്രദറാ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറയട്ടെ താര, ഇത് ഓക്കെ എൻ്റെ കുറച്ച് തെറ്റെല്ലാം പറ്റിപ്പോയി, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ എല്ലാ പെമ്പിള്ളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ. മനസ്സിലായോ? ഞാൻ എല്ലാരോടും ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് നീ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളൂന്ന്. പിന്നെന്താ പ്രശ്നം? പിന്നെന്താ പ്രശ്നമൊന്നോ? അല്ല അങ്ങനല്ല. ഞാൻ പല പെമ്പിള്ളേരും ആയിട്ട് പോയിട്ടുണ്ട്, ഐസ്ക്രീം കുടിച്ചിട്ടുണ്ട്, ചായ കുടിച്ചിട്ടുണ്ട്, കറങ്ങിയിട്ടുണ്ട്. സംഭവം സത്യമാണ്, ഞാൻ കളവാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം, സത്യമാണ്. ബട്ട് താര, ഐ ഓൺലി ലവ്ഡ് വൺ, ദാറ്റ് ഈസ് യു. ഐ ലവ് യു താര, ഐ ലവ് യു. അപ്പോൾ സീരിയസ് ആയിട്ട് സ്നേഹിക്കാൻ ഒരു പെണ്ണ് വേണം. അല്ലല്ല അങ്ങനല്ല. അങ്ങനല്ല താര, മൾട്ടിപ്പിൾ ഗേൾസ് വേണം അല്ലേ? ഇല്ല മൾട്ടിപ്പിൾ ഒന്നല്ല. ഇത് ഞാൻ പറയട്ടെ, 5-6 ഉള്ളൂ. ഞാൻ പറയട്ടെ അതല്ല, ഞാൻ ഒറ്റ. അതെന്താ അല്ല ഉമ്മ അല്ല താര, സോറി. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് സോറി. ഞാൻ 3-4 പെമ്പിളോടെ പോയിട്ടുണ്ട്, അതിൻ്റെ തെറ്റാ ഞാൻ. പക്ഷെ ലാസ്റ്റ് അറ്റ് ദി എൻഡ് ഞാൻ നിന്നെ മാത്രമായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. എനിക്ക് നീ കഴിഞ്ഞിട്ടേ വേറെ ആരും ഈ ലോകത്തുള്ളത് ആരാ, അത് നീ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ഹൃദയം വേണമെങ്കിൽ പൊട്ടിച്ച് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ശരിക്കും എനിക്കിത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഷമീർ. മനസ്സിലാവുന്നുണ്ടോ അത് നിനക്ക്? ഞാനേ ഓൾറെഡി ഒരു ബ്രേക്കപ്പ് ഇന്ന് വന്നതാ, അതറിയാലോ നിനക്ക്? ഞാൻ അവനെ എത്രക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. എന്നിട്ടും ഞാൻ അതിൽ നിന്ന് പുറത്ത് വന്നിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. ബിക്കോസ് അറ്റ്ലീസ്റ്റ് നീ എങ്കിലും മനസ്സിലാക്കിയിട്ട് എന്റെ കൂടെ ഉണ്ടാവും എപ്പോഴെന്ന് വിചാരിച്ചതാ. അതെ. പക്ഷെ നീ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുമോ? അതായത് എനിക്ക് എത്ര ഹേർട്ട് ആവുമെന്ന് എനിക്കറിയാമോ? മനസ്സിലായി. പക്ഷേ താര, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അൾട്ടിമേറ്റ്ലി നീ തന്നെയാണ് എൻ്റെ വേൾഡ്. ഇത് അൾട്ടിമേറ്റ്ലി ഞാനായാലും പക്ഷെ ഇപ്പോ ഞാനുണ്ട്. നീ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഇല്ലാതായപ്പോൾ ഞാൻ നിന്നെ പോലെ വേറെ പയ്യന്മാരെ നോക്കിട്ട് നടക്കത്തില്ല.
പിന്നെ ഇപ്പൊ ഞാൻ നിന്നെ കൊല്ലണോ? പറ, ഇപ്പൊ ഞാൻ നിന്നെ കൊല്ലണോ? പക്ഷേ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം താര, അവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ഞാനാണെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ഞാൻ നിന്റെ അടുത്ത് ചോദിക്കും, എന്നിട്ട് നീ ഇല്ല അങ്ങനെ ഒരു ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വിടും. അത്രേ എനിക്കുള്ളൂ. ഞാൻ അങ്ങനെ വലിയ ഇതായിട്ടൊന്നും ഞാൻ എടുക്കുകയും ചെയ്യില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും. മനസ്സിലായില്ല. അല്ല, അങ്ങനെ ഞങ്ങൾക്കറിയാലോ നീ ഒന്നാമത് അങ്ങനെ പോവൂല. ഒന്നാമത്തെ കാര്യം അതൊക്കെ ഉറപ്പായിട്ടുള്ള കാര്യം. പിന്നെ ഞാൻ പോയതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ താര, ഞാൻ എന്നെ അധികം കളവ് പറഞ്ഞ് ഉരുട്ടുന്നില്ല. എടാ നീ കൊറേ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഞാൻ ഏത് വിശ്വസിക്കണം? നീ വിശ്വസിക്കേണ്ടത് താര, അൾട്ടിമേറ്റ്ലി താര എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഇതേ നീ വിശ്വസിക്കണ്ടോ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറന്നുകളാ. എങ്ങനെ മറക്കാൻ പറ്റും? നിനക്കങ്ങനെ മറക്കാൻ പറ്റും, പക്ഷെ എനിക്കല്ല. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? നീ ഇങ്ങനെ ചെയ്തെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു നീ ഭയങ്കര പാവമാണ്, നീ സീരിയസ് ആയിട്ടാണ് എന്നെ സ്നേഹിച്ചത്. ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് സ്നേഹിച്ചത്. സീരിയസ് ആയിട്ടാണ് ഞാൻ സ്നേഹിച്ചത്. സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ ചെയ്യത്തില്ല. അല്ല, ഞാൻ ചെയ്ത അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ താര. എനിക്കൊരു ഉമ്മ തരുവോ? അല്ല, ഇല്ല, നോ. എടാ നീ ബായി മുട്ടിക്കോ, അല്ലെങ്കിൽ വെടിവെക്കും. നീ പോയിക്കോ, നീ പോ. അതാ പോന്ന് നീ പോ മോനെ, നീ പോ. ഞാൻ പറയുന്നൊന്ന് കേക്ക്, നീ പോ. താര, ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ പേടിക്കാനൊന്നുമില്ല. ഞാൻ വേറൊരു പെണ്ണിന്റെ കൂടി ഞാൻ ഒരിക്കലും പോവില്ല. അത് നീ മനസ്സിലാക്ക്. വേറെ ഒരു പെണ്ണിന്റെ കൂടി ഞാൻ പോവാൻ പോകുന്നില്ല. എന്റെ കണ്ട് മുമ്പില് ഞാൻ കേട്ടതാ. ഓക്കെ, ഞാൻ കണ്ടതാ. നീ കുറച്ചു നേരം മുമ്പ് ബീച്ചിൽ സംസാരിച്ചത്. എന്ത് മനസ്സിലായോ? ബീച്ചില് സംസാരിച്ച മീൻസ് നീ എല്ലാവരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുക. നോർമലി സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. ഓക്കെ, എനിക്ക് അങ്ങനെ ഓരോ പ്രശ്നമില്ല. പക്ഷെ നീ എല്ലാവരുടെ അടുത്ത് പോയിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നതിന്റെ താര ഞാൻ ഒന്ന് പറയട്ടെ. എന്തുകൊണ്ടാണ് ഗേൾ ഫ്രണ്ട് ഇല്ലെന്ന് പറഞ്ഞേ? പറ, എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ? എങ്ങനെ ഗേൾ ഫ്രണ്ട് ഇല്ലാന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? അവള് മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റർ കണ്ടിട്ട് ഫസ്റ്റ് ഞാൻ വിശ്വസിച്ചു. പിന്നെ എല്ലാരോടും അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ എല്ലാരോടും ഡോർ കാറിന്റെ ഡോറാ. പിന്നെ ഞാൻ എല്ലാരോടും അത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഞാൻ എല്ലാരോടും ലാസ്റ്റ് എൻഡ് ഞാൻ പറഞ്ഞ കാര്യം എന്താ അറിയോ? ഞാൻ എല്ലാരോടും പറഞ്ഞ കാര്യം എന്താ അറിയോ താര? അക്ക് നീ ഇല്ലാണ്ട് പറ്റൂല, നീ തന്നെയാണ് എന്റെ ഇത് എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അത് മമ്മു നെടങ്ങാറാക്കാനായിരിക്കും. മമ്മുന്റെ കയപ്പ അതെന്തിനാ ഞാൻ തുറന്നു കൊടുക്കുന്നത്? അവൻ്റെ തോക്ക് വെച്ചിട്ട് ഇടുന്ന് ഇതാക്കാനും അണ്ടി പിടിച്ചിട്ട് ഓടാനും ഇടുന്ന അവന്റെ പീസിന്റെ ബാക്കിൽ അവന്റെ സാമാനം കാണിച്ചു തരുത്തല്ലാന്ന് അവന്റെ പണി. ഇതിനാണോ ഞാൻ ഡോർ തുറക്കേണ്ടത്? പോവും, എല്ലാം ചെയ്തിട്ട് പറയും എനിക്ക് എന്തായാലും എങ്ങനെ? ഞാൻ കേട്ടില്ല. എടാ വെറുതെ ഇതാക്കല്ല മമ്മു, മൂഡ് കളയല്ല. എങ്ങനെ? അല്ല ഒന്നുകൂടി പറ. ഒറ്റയ്ക്ക് ഇവിടെ പ്ലീസ്. നീ ചെയ്ത പോലെ, ഇത്ര ദിവസം നീ ചെയ്ത പോലെ ഞാൻ അങ്ങനെ ചെയ്താൽ നിനക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതിന് ഞാൻ ഒരിക്കൽ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താര, ഇത് എൻ്റെ അടുത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. മിസ്റ്റേക്ക് മീൻസ് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു സംഭവമല്ല. ഞാൻ അറിയാതെ ഞാൻ എന്താ പറയാ നിന്നെ കാണാത്തതുകൊണ്ടുള്ള ഒരു ഫൺ ഞാൻ ഇത് ഒരു ഫണ്ണായിരുന്നു. അപ്പൊ പെണ്ണുങ്ങളുടെ ഫീലിങ്സ് വെച്ചിട്ട് കളിക്കുന്നത്? പെണ്ണുങ്ങളുടെ ഫീലിങ്സ് വെച്ച് ഞാൻ കളിച്ചിട്ടില്ല താര. ഫീലിങ്സ് വെച്ച് ഞാൻ കളിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഇല്ല, ഞാൻ കളിച്ചിട്ട് അല്ല. ഞാൻ എല്ലാരോടും ഞാൻ ലാസ്റ്റ് പറയുന്ന കാര്യം, എനിക്ക് ഏറ്റവും ബെസ്റ്റ്, എനിക്ക് ഏറ്റവും എൻ്റെ ഹൃദയത്തിൽ വെക്കാൻ പറ്റുന്ന ഒരാള് താരയാന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയോ? കൊന്നിട്ട് സോറി പറയുന്ന പോലെ. എങ്ങനെ? കൊന്നിട്ട് സോറി പറയുന്ന പോലെ ഉണ്ട് താര. ഞാൻ ഒറ്റ കാര്യം പറയാം, എനിക്ക് എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒയ്യാം. അല്ല സോറി, ഒയ്യാന്ന് ഞാൻ പറയൂല. നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. ഇത് എന്താ നമ്മളെ പ്രോബ്ലംസ് എല്ലാം സോർട്ട് ചെയ്ത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പം എന്താ പറയുക, ബ്രേക്കപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം എൻ്റെ നിഘണ്ടുവിലില്ല. ഞാൻ നിന്നെ പ്രണയിക്കുന്ന അത്രയും ആത്മാർത്ഥമായിട്ടാണ്.
അപ്പൊ ഒന്ന് രണ്ട് പെമ്പിള്ളേരുടെ കൂടെ ഐസ്ക്രീം കുടിച്ചു പാർക്കിൽ നടന്നു എന്ന് പറഞ്ഞിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്ന എന്തൊരു പരിപാടി ഞാൻ തരാം. കുറച്ച് ലോയാലിറ്റി. ഈ സിറ്റിയില് മന്ത്സ് അല്ല വർഷങ്ങൾ വെയിറ്റ് ചെയ്ത് ഗേൾസ് ഉണ്ട്, ബോയ്സ് ഉണ്ട്. അതറിയാം നിനക്ക്? അതെ ഉണ്ട്. ഒരു മാസം പോലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിനക്ക് എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ വേണം. ഡിസ്ട്രാക്ഷൻ എന്ന് പറയും. പിന്നെന്താ വേറെ എന്തൊക്കെ പറഞ്ഞു നീ? അല്ല അതൊക്കെ ഉള്ളതല്ലേ താരം ഞാൻ പറഞ്ഞത്. എന്തോ ഉള്ളതാടാ. ഇവിടെ ഡിപ്രഷൻ ആണെങ്കിൽ എന്തിനാ ഡിപ്രസ്ഡ് ആയി? ഞാൻ മരിച്ചെന്നാണെങ്കിൽ നീ എന്റെ ഫാമിലിന്റെ അടുത്ത് പോയിട്ട് കൺഫേം ചെയ്യണം. എനിക്ക് ഇവിടെ ഫാമിലി ഉണ്ട്. ഓക്കെ, ഞാൻ ഒറ്റക്കല്ല. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു താര. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. നമ്മൾ ഇത് സംസാരിച്ച് നിന്നിട്ട് വെറുതെ കാര്യമില്ല. ഐ ലവ് യു. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, അതൊന്നും മനസ്സിലാക്കി. ഇനി ഞാൻ ഇത് ആവർത്തിക്കൂല. ഓക്കെ, ഞാൻ ഇത് ആവർത്തിക്കാൻ പോകുന്നില്ല. പ്ലീസ് പ്ലീസ് ഒരു ഹഗ് താര. പ്ലീസ് നമുക്കിത് ഇവിടെ തീർക്കാം താര. പ്ലീസ് ഞാൻ കാല് പിടിക്കാം താര. പ്ലീസ്. ഇപ്പൊ എന്തായാലും എനിക്ക് ഹേർട്ട് ആയിട്ടുണ്ട് കേട്ടോ. അല്ല അത് ഞാൻ ശരിയാക്കി തരാം. ഇതെന്താ മരം? ഇതാ നോക്കാ സൈഫറെല്ലാം നോക്കിയാ ഓനതാ ഇത് ഹൃദയവും പിടിച്ചിട്ട് അവിടെ നിക്കുന്ന നോക്കിയാ. എനിക്ക് എത്ര ഹേർട്ട് ആവുന്നറിയോ താര? സോറി, ഞാൻ കാല് പിടിക്കാം. ഇനി വേണ്ട, ഇനി ഞാൻ അങ്ങനെ ആക്കൂല. ഓക്കെ, ഞാൻ എത്ര സ്നേഹിച്ചു കഴിഞ്ഞിട്ട് ഒരാൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ എത്ര കറങ്ങിയെന്നറിയോ? ഇനി ഞാൻ നല്ല കുട്ടി ആയിക്കോളാം പ്ലീസ്. പ്ലീസ് എന്നെ ഇതാക്കല്ലേ ചുന്ദരി. ചുട്ടുവാണി ഹലോ ചുട്ടുവാണി സോറി. ഹലോ സോറി. ഹലോ നീ ഒരു ഇത് ചെയ്തേ, ഇതൊന്ന് ഇതാക്കിയ. കരയല്ല താര. കരയല്ല കുട്ടോ. താര ഇതൊന്ന് വാങ്ങ്. ഇതാകത്തത് താര പ്ലീസ്. എവിടെ പോവാ? പ്ലീസ് ചുട്ടുപണി. ഞാനും വരുന്നാ. എന്നോട് ക്ഷമിച്ചെന്ന് പറ. ക്ഷമിച്ചെന്ന് പറ. ആ പറഞ്ഞോ. അത് റംബോച്ചിക്ക് എന്തോ പറയാനുണ്ട്. എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തോ പറയാനുണ്ട്. ഇതാ പറഞ്ഞോ. ആ പറഞ്ഞോ. അല്ല ഞാൻ താര പ്ലീസ്, ഞാൻ താരന്റെ ഭർത്താവാണ്. അന്യം കൂടി കൂട്ട്. അങ്ക് കേക്കണത്, അങ്കത് കേക്കണം. ക്രിഞ്ചല്ല ഇത്. എടാ റോസാപ്പൂ ഒന്ന് കൈ പിടിച്ചിട്ട് നിന്നൂടായിരുന്നോ നിനക്ക്? റോസാപ്പൂ ഇങ്ങനെ എടുക്കല് ഒന്ന് പറഞ്ഞേ. റോസാപ്പൂ ഒന്ന് പിടിച്ചിട്ട് കാര്യമില്ല, ഓളെ പോയേന്ന്. പോകുന്നില്ല, നീ പിടിച്ചങ്ങ് ഇത് സംസാരിക്കും. നീ പോവാ അടുത്ത് നീ സംസാരിക്കും. റോസ് നീ ഇങ്ങനെയെങ്കിലും സോറി പറഞ്ഞ എന്തേലും സംസാരിക്കേ. വിടല്ലേ? നേരെ നടക്കടാ. നടക്കുന്നു മാത്രമല്ല, ഡേറ്റിന് ചോദിക്കുന്നു, അവരോട് ഇഷ്ടമാണെന്ന് പറയുന്നു. എത്ര പെമ്പിള്ളേരുണ്ട്, ഞാൻ കൊണ്ടുവരണോ? ഞാൻ കേട്ടു, അതിൽ ഒരാൾ എന്റെ കസിനാ. പോടാപ്പുറത്ത് പോ, ഒച്ചാക്കല്ല. എന്ത് ഡേറ്റ്? ഓൾറെഡി ഒരാളുടെ റിലേഷൻ ഉള്ളപ്പോ എന്തുകൊണ്ട് ഒരാൾ ഡേറ്റിന് കൊണ്ടുപോകും? എനിക്കറിയാനുള്ളത് എനിക്കറിയാം. ഓക്കെ, ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് ഇവിടെ വന്നിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷന്റെ കാര്യമൊന്നുമില്ല താര. താരക്ക് അറിയാന്നുള്ള കാര്യം താരക്കറിയാം. പക്ഷെ സമീർ എന്ന് പറയുന്ന ഒരു വ്യക്തി
ഇപ്പോ താര ഒരുപക്ഷെ താരയുടെ കസിന്റെ അടുത്ത് അയാൾ മോശമായി സംസാരിച്ച് കേട്ടത് ചിലപ്പോ സത്യമായിരിക്കും. പക്ഷെ സ്റ്റിൽ താര ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഷമീറിനോട് പറഞ്ഞിട്ടാണോ പോയത്? ഇല്ല, എമർജൻസീസ് പറഞ്ഞിട്ടാണ് വരുന്നത്. ഒരു സെക്കൻഡ്, എമർജൻസി പറഞ്ഞിട്ടല്ല വരുന്നത്. പക്ഷെ എമർജൻസിക്ക് പോയതിനു ശേഷം ആ വിവരം അറിയിക്കേണ്ട ഒരു ബാധ്യത താരക്കില്ലേ? ഉണ്ടോ ഇല്ലയോ? എന്റെ ചോദ്യം എത്ര എങ്ങനെ അറിയിക്കാനാ? അല്ല, ഞാൻ ഓൾറെഡി ഒരു എമർജൻസി സിറ്റുവേഷനിലാണ്. എന്തായിരുന്നു എമർജൻസി? എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങളുടെ അടുത്ത്. ഇല്ല, ഷമീറിനോട് പറഞ്ഞായിരുന്നു. അവൻ ചോദിച്ചിട്ടില്ലല്ലോ. അവൻ ചോദിച്ചിട്ടില്ല. താര ഒരു ഞാൻ എവിടെ അവൻ ചോദിച്ചില്ലല്ലോ. നീ ഇവിടെ ഇല്ലായിരുന്നു, നീ ചത്തായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയി, ഞാൻ ഡിപ്രസ്ഡ് ആയി, അത് ഇരുന്നൊക്കെ എത്ര റീസൺസ് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. റീസൺസ് പറഞ്ഞത് ശരിയാണോന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ താരക്ക്. എനിക്ക് ഒരു ചോദ്യം കേൾക്കാനില്ല. ഒരു ചോദ്യം ഇത് സെറ്റാവും തോന്നുന്നുണ്ട്. അടമനോ? ഈ കാര്യം സോൾവ് ചെയ്യാനുള്ള താല്പര്യം താരക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. എനിക്ക് ഇനി സംസാരിക്കാൻ താല്പര്യമില്ല. അല്ല, താരക്ക് ഉത്തരം മുട്ടുമ്പോ താരക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം. ആ അതെ അത് പറ. ഓക്കെ, ഇപ്പുള്ള പണിയാണോ ഉത്തരം മുട്ടുമ്പോ പറയാനില്ല. ബേ പോ റംബോച്ചി ഓടിപ്പോ. ഷമീറെ നാണമില്ലടാ കോപ്പെ? എന്തേ ഈ അറിയാൻ മേലെ ചോദിക്കാ, നാണമില്ലേ? ആ മലയുടെ മേളിൽ നിന്നല്ലോ ചടിച്ചത്തൂട്. എന്തേ പിന്നെ ഒരുത്തി വന്ന് മറ്റേ ചെരുപ്പൊരു മൂത്തടിക്കുന്ന അവളെ കാല് പിടിച്ചോണ്ട് നടക്കണം, നാണമില്ലേ കോപ്പേനെ? ഞാൻ പിന്നെന്താ ചെയ്യണ്ട? ഞാൻ ഇതിന് കുടുങ്ങിപ്പോയില്ലേ? നീ സത്യം പറ, നീ വല്ല പെണ്ണ് വയ്ക്കുന്നു പോയായിരുന്നു? ഉള്ളവല്ലോ പറഞ്ഞു. ഞാൻ ഒരു 5-6 പെമ്പിള്ളേരുടെ കൂടെ പോയി ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് ആൾക്ക് ഒരു മിനിറ്റ്. അല്ല പോയാ? അല്ല താര എവിടെ? ഹലോ താര, ഇത് ആരല്ല? കുറെ ആള് മംഗലത്തിയെല്ലാം പോകുന്ന പോലെ വരുന്നുണ്ടല്ലോ. ഹലോ താര, ഇതാരാ കൂട്ടിക്കൊണ്ട് പോകുന്ന? എടാ നായി, ഇതാരാ? ഹലോ ഇതാരാന്നത്? ആ കേറ്റിയാ പെണ്ണ താര. ആ കുഴപ്പമില്ല താര പൂവല്ല. താര പൂവല്ല മോളെ. വീട്ടിൽ കൊണ്ടുപോയി അതായത് ഒരു എന്താ പറയാ, ഒരു പ്രോപ്പർ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഇതില് കാറ്റിയുടെ തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞത് കൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്തത്. നിങ്ങക്ക് എന്നോട് ദേഷ്യം ഉണ്ടോ ഇല്ലയോ? എനിക്ക് ഇത്ര മാത്രമേ അറിയണ്ടോ? എനിക്ക് ദേഷ്യമുണ്ട് നിന്നോട്. ഇതെപ്പാ മാറാ? എനിക്കിപ്പോ നിന്നോട് സംസാരിക്കാനില്ല താര. ഞാൻ ഒരു സത്യം പറയാം, എന്റെ മനസ്സിൽ എന്നും അന്നും ഇന്നും എന്നും ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നീയും അതാണ് ചെയ്തോണ്ടിരിക്കുന്ന ഇപ്പൊ. കാരണം അനക്ക് നീ അല്ലാണ്ട് വേറെ ആരും ഇല്ല താര, അത് നീ മനസ്സിലാക്കണം. ഉണ്ടല്ലോ, അവിടെ പോയി പുതുക്കി നിൽക്കും. അതിലൊരാളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് വണ്ടിയിൽ. അല്ല കൊറേ അങ്ങനല്ല താര. അനക്ക് ആക്ച്വലി അനക്ക് ഒറ്റ ഒരാളേ ഉള്ളൂ, അത് നീയാണ് താര. അത് നീ മാത്രമാണ്. ലാസ്റ്റ് ഫൈനൽ വാർണിംഗ്. അതെ, താര പോവല്ലേ താര, പോവല്ലേ. നീ പോവല്ലേ താര, നീ പോവല്ലേ താര, നീ പോവല്ലേ. നീ പോവുകയാണെങ്കിൽ എന്റെ ഹൃദയത്തിൽ കൂടെ പോകൂ താര. എന്റെ ഹൃദയം നശിപ്പിച്ചുകൊണ്ട് നീ പോവുകയാണോ? ഇല്ല, എനിക്ക് ഒരേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. താരന്റെ റിലേഷൻഷിപ്പ് ഞാൻ കാരണമാണോ എന്തെങ്കിലും? ഡോക്ടർ വിളിക്കുന്നു ഷമീറെ. അതാ സാറേ. എങ്ങനെ കൗൺസിലിംഗ് ഭ്രാന്തൻ, ഞാൻ ഭ്രാന്തനാണ്. എനിക്ക് ഭ്രാന്താണ്. താരന്റെ അടുത്ത് പറ താര ഭ്രാന്താണ് എനിക്ക്. ഹലോ, ഞാൻ ഭ്രാന്തൻ. ഇറങ്ങടി വണ്ടിന്ന്. പെട്ടെന്ന് ഇങ്ങോട്ട് വാ. വണ്ടിന്ന് എടാ ഇത് കോൺസുലറെ പെട്ടെന്ന് വാ. ഹലോ ഇതാ ഞാൻ. ഹലോ താര, ഭ്രാന്തൻ. ഞാൻ ഭ്രാന്തനാണ് താര, ഭ്രാന്തനാണ് ഞാൻ. ഭ്രാന്തൻ. ഇറങ്ങടി വണ്ടിന്ന്. കാഫി നിന്നെ കൊല്ലാൻ പോയെന്ന് ഓർത്തു അഭിനയിക്കാൻ വന്ന പൊട്ടൻ. എടാ ഇങ്ങോട്ട് വാ പെട്ടെന്ന്. ഓളെ മുമ്പെന്ന് പറയലല്ലേ അത്.